നിൽക്കുന്നുണ്ട്. എന്തായാലും പെൻഷൻ വാങ്ങുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി കേൾക്കാം. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ബാങ്കിൽ പോയാൽ പൈസ എങ്ങനെ എടുക്കണ്ട്, എങ്ങനെ ചെയ്യേണ്ടത് അതറിയില്ല. ഒരു ATM കാർഡില്ല, ശരിക്കും വലിയൊരു മൊബൈൽ ഫോണില്ല. ഈ മൊബൈൽ ഫോണിലൊക്കെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ ബുക്കിൽ എഴുതി വെച്ചതാണ്, ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പോൾ ഈ മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പൈസ ബാങ്കിൽ വന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലെത്തിക്കേണ്ട ഉപകാരമായിരുന്നു. സൗകര്യമായിരുന്നു. ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റേ ഇവിടെ കൊണ്ടു തരില്ലല്ലേ, അപ്പൊ നല്ലതാ, വേറെ പോകുന്നു വേണ്ടല്ലോ. ബാങ്ക് പോണ്ടിരുന്നു. അവിടെ പോയി ഇനി എന്താ ചെയ്യേണ്ടെന്നു നിൽക്കണ്ടെന്നു. അപ്പൊ വീട്ടിക്കുള്ളത് പിന്നെ വേറെ ക്യാൻസൽ ആക്കാൻ പറ്റൂല. അത് പഴയ മാതിരി തന്നെ വരട്ടെ, തുടരട്ടെ, അങ്ങനെ പറ്റൂ പോരെ. അത് തന്നെയാണ് വേണ്ടത്. എങ്ങനെ നോക്കിയാലും അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ 80, 85, 90 ആയ ആൾക്കാരുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് പിന്നെ പെൻഷൻ കിട്ടുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അതേസമയം അവരുടെ കയ്യിൽ എത്തിക്കുമ്പോൾ അത് അവർക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ആക്കുകയെന്നിപ്പോൾ ഗവൺമെൻറ് പറയുകയുണ്ടായി. അതും കോപ്പറേറ്റീവ് ബാങ്ക് പാടില്ല എന്നും പറയുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉള്ളവരല്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് അത് ആശ്വാസം എന്നുള്ളതിനെക്കാട്ടിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അത് പെട്ടെന്ന് വെച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കുക, ഏതായാലും പെട്ടെന്ന് കൊടുക്കണ്ടാണ്. ഇന്നത്തെ ബാങ്കിൽ കൊടുക്കില്ലാണ്ട് അതിൻ്റെ എന്താ കാരണം പറയണ്ടേ? അതെ, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഇത്രയും നല്ലതല്ലേ. മറ്റിപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പോകണം, പിന്നെ ഇപ്പോൾ എപ്പോഴാണ് വന്നോ അല്ലേന്ന് അറിയില്ല. പിന്നെ അത് തിരഞ്ഞു പോകണ്ടേ. ഇതിപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഉപകാരത്തിനായി എത്രയും പെട്ടെന്ന് ചിലപ്പോൾ കൈ കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ പോയി പിന്നെ മാസം വന്നോ നോക്കി നിൽക്കണ്ടേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.